നമുക്ക് വരാം. അച്ഛാ, എന്തിനാ മോളെ വണ്ടി അച്ഛൻ? അച്ഛൻ ഇതിന്റെ ഇടയിൽ വന്നിട്ട് എന്തിനാ? ഇനി മുതലേ നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആഘോഷത്തിലും സദാനന്ദേട്ടനും കൂടി പങ്കെടുക്കേണ്ടതല്ലേ? മാത്രമല്ല, എന്റെ മോൾക്ക് അച്ഛനെ കാണുന്നതിൽ കൂടുതൽ സന്തോഷം വേറെ ഒന്നിലും ഇല്ലല്ലോ. അല്ല, എവിടെ അച്ഛനും മോനൊക്കെ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ രഘുവേട്ടാ, എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ശരി, ഓക്കെ. ഞങ്ങളെല്ലാരും കൂടെ പോയത്. എത്തിയുള്ളൂ അപ്പേ. അവിടെ ഗൗരവത്തിൽ എന്തെങ്കിലും സംസാരിക്കുകയായിരുന്നെങ്കിൽ തീർത്തിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. എന്ത് ഗൗരവം? ഞാൻ ഈ പട്ടാളക്കാരന്റെ ഗൗരവമൊക്കെ ഒന്ന് അഴിച്ചു വെക്കുന്നത് ഇവിടെ വരുമ്പോഴാ. രഘുവേട്ടാ, നിങ്ങൾ സംസാരിച്ചിരിക്കും. ഞാനേ ജീവനെ ഒന്ന് നോക്കട്ടെ. മോൻ വരട്ടെ സുജാതെ, തിരക്കൊന്നും പിടിക്കണ്ട. സദാനന്ദേട്ടൻ വരുമ്പോ കാര്യങ്ങൾ നോക്കാൻ അവനല്ലേ ഇവിടെ ഉണ്ടാവേണ്ടത്. രഘുവേട്ട, അവൻ എവിടെ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? കുറച്ചുമുമ്പ് പ്രസിഡന്റ് വിളിച്ചു നിർത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ കണ്ടിട്ടില്ല. എന്നാ ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അച്ഛാ, ആ പച്ചക്കറിയുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചവര് കൃത്യസമയത്ത് വരുമല്ലോ അല്ലേ? പാടത്ത് പണിയെടുക്കുന്ന സത്യസന്ധരായ മനുഷ്യരിലെ മോളെ, അവർ കൃത്യമായി എത്തിക്കോളൂ. ഞാൻ ഏറ്റെടുത്തൊരു കാര്യമാണേ. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ എല്ലാരും കൂടി എന്നെ കുറ്റം പറയും. മോള് പേടിക്കണ്ട, അവര് കൃത്യമായിട്ട് എത്തിക്കോളും. ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. അച്ഛാ, മോൻ എവിടെയായിരുന്നു? എന്റെ പൊന്നച്ഛ, ഞാൻ വെറുതെ നിൽക്കുന്നത് നമ്മുടെ പ്രസിഡന്റിനെ കണ്ടുടന്നേ. എന്തെങ്കിലുമൊക്കെ പണി വിളിച്ചേൽപ്പിക്കും. പ്രസിഡന്റ് ഇവൻ എന്തെങ്കിലും ഏൽപ്പിക്കും, ഇവൻ അത് ശരവണ്ണ ഏൽപ്പിക്കും. അതാ നടക്കാൻ പോകുന്നത്. അതെ സദാനന്ദേട്ടാ, വീട്ടിലേക്ക് പോണോ ഇപ്പോ? അല്ല, ഒന്ന് ഫ്രഷ് ആവാൻ. എന്ത് ഫ്രഷ് ആവാൻ? ഞാനിപ്പോ കാറ് കയറി ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എന്നാ വാ രഘുവേട്ടാ, നമുക്കൊരു ചായ എടുത്ത് കുടിക്കാം. നമസ്കാരം. പണിക്കരെ, ഇതാ നിത്യമോളുടെ അച്ഛൻ. നമസ്കാരം. നമസ്കാരം. നിത്യമോൾ എന്ന് പറഞ്ഞാലേ നമുക്കിപ്പോ ഏറ്റവും വിശേഷപ്പെട്ട ഗസ്റ്റ് ആണല്ലോ. അല്ല ജീവ, തന്നെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ട് എന്തായി? എന്റെ പ്രസിഡന്റ്, അതൊക്കെ അവിടെ കൃത്യസമയത്ത് നടക്കുന്നുണ്ട്. കാര്യങ്ങൾ നടന്നാ പോരെ. അടുത്ത തവണയാകട്ടെ ജീവനെ പിടിച്ച് പ്രസിഡന്റ് ആക്കണം. ഞങ്ങളൊക്കെ റിട്ടയർ ആവേണ്ട സമയായില്ലേ? എന്നാ ശരി, ഞാൻ ശരി. ദേ, ഇവനെ പിടിച്ചേ അസോസിയേഷൻ പ്രസിഡന്റ് ആക്കിയ കേമായിരിക്കും അല്ലേ മോളെ? വാ വാ. ഹരിയല്ലേ? അതെ, ഞാൻ സാറാ. ഞങ്ങള് വൈകിയില്ലല്ലോ അല്ലേ? ഏയ്, നിങ്ങൾ കൃത്യസമയത്ത് തന്നെയാ വന്നത്. സുഗതൻ സാറേ, ഇവരെ പച്ചക്കറി കൊണ്ടുവന്നിരിക്കുന്നേ. ഇന്നത്തെ കാലത്തെ പച്ചയ്ക്ക് വായി വെക്കാൻ പറ്റുന്ന ഒരു സാധനമേ ഉള്ളൂ, അതിന്റെ പേരാണ് പച്ചക്കറി. ഇതിൽ ഏത് വേണമെങ്കിലും സാറ് പച്ചക്ക് കഴിച്ചോ, ഞങ്ങള് ഗ്യാരണ്ടിയാ. എന്നാ പിന്നെ അതൊന്നും നോക്കിയിട്ട് തന്നെ കാര്യം. ഒരു തക്കാളി ഇങ്ങെടുത്തേ. ഇത് സാറൊന്ന് കഴിച്ചു നോക്കി. ഇത് കൊള്ളാം. പണ്ടെങ്ങാണ്ട് ഒരു നല്ല തക്കാളി കഴിച്ചതിന്റെ രുചി നാവിലറിയുന്നുണ്ട്. ഭാഗ്യമുണ്ട് ഹരി. സുഗതൻ സാറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുകയെന്ന് പറഞ്ഞ ഹരി സമ്പൂർണ്ണമായിട്ട് ജയിച്ചു എന്നർത്ഥം. സാറ് പഴയ ഫുഡ് ഇൻസ്പെക്ടറാ. ഓ,
എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഹരിയുടെ നമ്പർ വാങ്ങി വെച്ചേക്കണം. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാ നമുക്ക് ഇയാളെ വിളിക്കാലോ. നമ്പർ എന്റെ കയ്യിലുണ്ട് സർ. ആ എന്നാ ഓക്കെ. ഈ സാധനങ്ങളൊക്കെ എവിടെയാ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കങ്ങ് പോവായിരുന്നു. അയ്യോ, നിങ്ങൾ പോവാണോ? പ്രോഗ്രാംസിന് നിൽക്കുന്നില്ലേ? ഞങ്ങൾ എന്തിനാ നിൽക്കുന്നേ? അല്ല, വെജിറ്റബിൾസിനെ കുറിച്ച് അവയർനെസ് ക്ലാസ് കഴിയുമ്പോൾ ആരെങ്കിലും നിങ്ങളെ കാണണമെന്നോ എന്തെങ്കിലും ഓർഡർ ഏൽപ്പിക്കണമെന്നോ പറഞ്ഞാ നിങ്ങളില്ലാതെ എങ്ങനെയാ? ഒരു കാര്യം ചെയ്, തിരക്കില്ലെങ്കിലേ ഇന്നത്തെ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അയ്യോ ഇല്ല, അത് ശരിയാവില്ല. ഞങ്ങൾക്ക് ഇത്തിരി തിരക്കുണ്ട്. ആ, അല്ല, ഞങ്ങൾ നിൽക്കുന്നുണ്ട്. എടാ എടാ, നമുക്ക് നിൽക്കാടാ. എങ്കിൽ ശരി, സാധനങ്ങള് പാചകപ്പുരയിലേക്ക് വെച്ചോ. ഓ ഞാൻ കുറച്ച് ഓട്ടത്തില്, നമുക്ക് ഇടയ്ക്ക് കാണാം. ആ ശരി. ശരി. എടാ നീ എന്തിനാ നിക്കാന്നൊക്കെ പറഞ്ഞത്? ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാടാ. നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. കുറച്ചു നേരം വീട്ടിൽ നിന്നൊന്നും മാറി നിന്നാ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടടാ. എന്ത് മാറ്റം ഉണ്ടാവാൻ? കുറച്ചു നേരം നീ അതൊക്കെ വിട്ടുകള ഹരി. സങ്കടങ്ങളിൽ നിന്ന് ഒരവധി എടുത്തിട്ട് നമുക്ക് ഈ സന്തോഷങ്ങളുടെ കൂടെ കൂടാടാ. നീ സാധനങ്ങളൊക്കെ എടുത്തു വെക്ക. ആ, നിതി, താനിത് എവിടെയായിരുന്നു? തന്റെ നാട്ടുകാരാ പച്ചക്കറിയും കൊണ്ടുപോയത്. അയ്യോ അവരാണോ പോയത്? ഞാനത് ശ്രദ്ധിച്ചില്ല. ഒരു കാര്യം ചെയ്, അവര് വരുന്നവരെ താൻ ഇവിടെ നിൽക്ക്. തന്നെ ഒന്ന് കണക്ട് ചെയ്താലേ അവരുടെ കാര്യം പിന്നെ താൻ നോക്കിക്കോളൂല്ലോ. അവര് പ്രോഗ്രാം കഴിയുന്നവരെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. ഓക്കെ. നിത്യേച്ചി ഒന്നിങ്ങ് വന്നേ. എന്താ? അമ്മ ഇവിടെ തിരക്കുന്നുണ്ട്. അമ്മ ഒരു കൂട്ടം പെണ്ണുങ്ങളുടെ നടുവില. നിത്യേച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വിളിക്കുക. പെട്ടെന്ന് വരാൻ പറഞ്ഞു. സാറാ, ഞാൻ ഇപ്പൊ വരാം. ചെന്നു. സാറാ, അവിടെ അന്വേഷിക്കുന്നുണ്ട്. ഞാനിപ്പോ അങ്ങോട്ട് വരാം. നോക്കട്ടെ. ഹലോ. കുഴപ്പമില്ല, ഇവിടെ എല്ലാം ഓക്കെയാ. വൈകിട്ടത്തെ പ്രോഗ്രാം എല്ലാം ready. എന്താ? സെലിബ്രിറ്റീസ് കൃത്യം 8 മണിക്ക് തന്നെ വരും. സോ 8 മണിക്ക് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഒരു തടസ്സമില്ല. എന്നാലും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കിക്കോളൂ. ഞങ്ങൾ എപ്പോഴേ റെഡിയാണ്. സെലിബ്രിറ്റി വന്നാൽ മാത്രം മതി. ഓക്കെ, നോക്കാം. വരും. ഇവരെന്തിനെങ്ങനെ ഉറക്ക പാട്ട് വെച്ചിരിക്കുന്നത്? നടക്കട്ടെ സാറേ, നല്ലതല്ലേ?
അവൻ്റെ ഒരു പാട്ട് സെലക്ഷൻ. അസോസിയേഷൻ്റെ വാർഷികത്തിന് ഇവനല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ? ஓ அது சரி, அப்ப அதுதானே காரியம். அந்த மணி வைக்கிற பாட்டு உங்களுக்கு பிடிக்கல இல்லையா? സൗണ്ട് ഒന്ന് കുറയ്ക്ക്. എന്തീ കാണിക്കുന്നേ? കുറയ്ക്ക്. ഡാ. ഓ ഒന്ന് കുറയ്ക്കേ. ഒന്ന് വോളിയം കുറയ്ക്ക്. ഡിയർ ഫ്രണ്ട്സ്, സമയം 8 മണി. നമ്മൾ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. സൗഹൃദ റെസിഡൻസ് അസോസിയേഷന്റെ 20ാമത്തെ വാർഷികത്തിൽ പങ്കെടുക്കാനുള്ള സെലിബ്രിറ്റി ഗസ്റ്റുകൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ മുൻപിൽ എത്തിച്ചേരും. ഒരു കുടുംബ അന്തരീക്ഷത്തിലേക്ക്, ഒരു സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് ക്ഷണിക്കുവാൻ യോജിച്ച ഏറ്റവും നല്ല 2 പേരാണ് ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. പ്രണയത്തിന്റെ വർണ്ണം വാരി വിതറുകയും പരസ്പര സ്നേഹത്തിന് നമുക്ക് എല്ലാവർക്കും മാതൃകയാവുകയും ഉന്നത കുടുംബജീവിതം നയിക്കുന്ന 2 പേർ. ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് തന്റെ ഭർത്താവ് തന്റെ ബിസിനസ് ലോകം വെട്ടിപ്പിടിച്ച് മുന്നേറുന്നു. അദ്ദേഹത്തിന്റെ കരുത്തായി, അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ തുടിപ്പായി കൂടെ നിന്ന ഒരാൾ. ഒരു ചെമ്പരത്തിപ്പൂ പോലെ നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പടർന്നിറങ്ങിയ ദ എവർ ലവിംഗ് കപ്പിൾ. ഇന്നും പ്രണയിച്ചു തീരാത്ത 2 പേർ, ആനന്ദ് ആൻഡ് കല്യാണി. നമ്മുടെ ആനന്ദിനെയും കല്യാണിയെ നിറഞ്ഞ മനസ്സോടെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൂപ്പറായിരിക്കില്ലേ? കേറിക്കോ. രഘുവേട്ടൻ അറിഞ്ഞൂടെ ഇവരെ? ആ എനിക്കും അറിഞ്ഞൂടാ. ഓ, ഇവരെ അറിഞ്ഞൂടാത്ത മലയാളികളില്ല. എത്രയോ പേർക്ക് മോട്ടിവേഷൻ ആണെന്നറിയോ ഇവരുടെ ജീവിതം. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്നേഹിക്കണം. നിത്യപ്രണയത്തിന്റെ ഉദാഹരണമായി നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന കല്യാണിയും ആനന്ദും. ഇവരുടെ ജീവിതവും ജീവിത വിജയവും നമ്മൾ കണ്ടതാണ്. ഇവരുടെ നേട്ടങ്ങളിൽ നിന്നും നമ്മൾ പലരും പലതും പഠിച്ചതാണ്. ഏറെ സന്തോഷത്തോടെ, ഏറെ അഭിമാനത്തോടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചെമ്പരത്തിയെ, നമ്മുടെ കല്യാണിയെ ആശംസ പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. என்னையா ഇവര് ജീവിച്ചതിന്റെ കാര്യമൊക്കെ മൈക്ക് വെച്ച് പറയേണ്ട കാര്യം എന്താ? സാറ് നന്നായിട്ട് ജീവിക്കും സാറേ. അപ്പൊ അടുത്ത വർഷം സാറിനെ കുറിച്ചും സാറ പറയും. എല്ലാവർക്കും എന്റെ നമസ്കാരം.
ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് താങ്ക്സ്. ഈ അസോസിയേഷനിലെ ആളുകൾ എത്ര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്ത് സന്തോഷം അളന്നാൽ മതി. ഞങ്ങളെ കാണുന്ന പലരും ജീവിത വിജയത്തിന്റെ ടിപ്സ് ചോദിക്കാറുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരാളുടെ ടിപ്സോ അവരുടെ ജീവിതമൊന്നും അല്ല നിങ്ങൾ അനുകരിക്കേണ്ടത്. നിങ്ങളായി തന്നെ ജീവിക്കുക. വിജയമൊക്കെ തന്നെ നിങ്ങളെ തേടിയെത്തും. എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. അടുത്തത് ആനന്ദിന്റെ വാക്കുകളാണ്. ഒരു പുരുഷന്റെ ജീവിതത്തിൽ സ്ത്രീക്ക് എത്രത്തോളം പ്രാധാന്യമാവാമെന്ന് ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു ആനന്ദിന്റെ വാക്കുകൾ. ആനന്ദ്, പ്ലീസ് കം. ജീവിതത്തിൽ വിജയിച്ചവൻ, എൻ്റെ പേരിന് നേരെ എല്ലാവരും തരുന്നൊരു ക്യാപ്ഷൻ. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടെന്ന്. എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം, അതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും അറിയാം. പക്ഷേ ഇതിനൊക്കെ എന്നെ പ്രാപ്തനാക്കുന്നത് ഞാൻ പഠിച്ച അറിവുകളോ ബിസിനസ് തിയറികളോ അല്ല, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ. ഏറെ ഇഷ്ടത്തോടെ ഞാൻ വിളിക്കുന്ന, ചെമ്പരത്തി എന്ന് വിളിക്കുന്ന എൻ്റെ ഭാര്യയാണ്. പുരുഷന്റെ വാരിയലിൽ നിന്നുമാണ് സ്ത്രീയെ സൃഷ്ടിച്ചതെന്ന കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും ദൈവം ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള മറുപടി, ഒരു സ്ത്രീയിൽ നിന്നാണ് പുരുഷന്റെ നട്ടെല്ല് നിർമ്മിക്കപ്പെട്ടത് എന്നാണ്. ഞാൻ അഭിമാനത്തോടെ നട്ടെല്ല് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ നട്ടെല്ല് നേരെ നിൽക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പരിപൂർണമായ അവകാശം എൻ്റെ ചെമ്പരത്തിക്കുള്ളതാണ്. വിവാഹിതരായ എല്ലാവരോടും, ഏത് പ്രായത്തിലുള്ളവരോടും ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ: സ്നേഹിക്കുക, മതിയാവോളം സ്നേഹിക്കുക, അവസാനമില്ലാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഈ അസോസിയേഷൻ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൈയടിക്കാതെ എന്നാ വേണം? ഒരു ആശംസാ പ്രസംഗം കൊണ്ട് മാത്രം നമ്മുടെ ചെമ്പരത്തിയെയും അവളുടെ പ്രിയപ്പെട്ടവനെയും ഇവിടെ നിന്ന് യാത്രയാക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ യാത്രയിൽ കുറച്ചുകൂടി നല്ല ഓർമ്മകൾ വേണ്ടേ നമുക്ക്? നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ പാടാം. പാട്ട് വേണോ? சொல்லுங்க സാർ. നമ്മുടെ ഈ കുടുംബങ്ങളുടെ കൂടെ ഒന്ന് രണ്ട് ചുവടുകൾ വെക്കാൻ ഞാൻ ഈ സെലിബ്രിറ്റികളെ ക്ഷണിക്കുകയാണ്. അയ്യോ, എനിക്ക് ഡാൻസ് ചെയ്യാനൊന്നും അറിയില്ല. എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. പ്ലീസ്. എന്താ ചെയ്യാ? യെസ്, ആഘോഷരാവിന്റെ ഈ പീക്ക് മൊമെന്റ് നമുക്ക് അടിച്ചു പൊളിക്കാം. എല്ലാരും പോന്നു.